മുന്നണിയിലും പിടി നഷ്ടപ്പെട്ട CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മുട്ടുമടക്കുന്നു. കൊല്ലം ജില്ലയിൽ നിന്ന് കാനത്തിനെതിരെ തുടങ്ങിയ പടപ്പുറപ്പാട് സ്ഥാനാർത്ഥി പട്ടികയായതോടെ പൂർത്തിയായെന്നാണ് സൂചന. കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന അനിരുദ്ധനെ മാറ്റാനായി ചെന്ന കാനത്തെ നേതാക്കൾ കണ്ടം വഴി ഓടിച്ചു. പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമായിടത്താണ് ഈ ഗതി വന്നതെന്ന് ഓർക്കണം. അവസാനം തനിക്ക് നാണക്കേടാവാതിരിക്കാൻ കാനം വെള്ളക്കൊടി വീശിയതോടെയാണ് അനിരുദ്ധനെ മാറ്റിയത്. സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനത്തിന് പുല്ലുവില കൽപ്പിച്ച ചരിത്രം CPIക്ക് ഉണ്ടായിട്ടില്ല. കാനവും ദിവാകരനും തമ്മിലുള്ള പോര് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ദിവാകരനെ വെട്ടാനായി കഴിഞ്ഞ തവണ മന്ത്രിസഭയിലേക്ക് പുതുമുഖങ്ങളെ മാത്രം തെരഞ്ഞെടുത്തത്. മലപ്പുറം സമ്മേളനത്തിലും ദിവാകരനും ഇസ്മയിലിനുമെതിരെ കാനം ആഞ്ഞടിച്ചു. ഇസ്മയിലിനെ LDF യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധി എന്ന സ്ഥാനത്ത് നിന്ന് പിഴുതെറിഞ്ഞു. ഈ സമയം ദിവാകരൻ കാനത്തിനൊപ്പം ചേർന്ന് പാർട്ടിയിൽ പിടിമുറുക്കി. അതിന് വലിയ വിലയാണ് കാനം കൊടുക്കേണ്ടി വന്നത്. സിറ്റിംഗ് MP പരാജയമാണെന്ന് പരസ്യമായി സമ്മതിക്കുന്നതാണ് തൃശൂരിലെ സ്ഥാനാർത്ഥി നിർണയം. കോൺഗ്രസും CPM സിറ്റിംഗ് MPമാരെ കളത്തിലിറക്കുമ്പോഴാണ് CPI സിറ്റിംഗ് MLAമാരെ ഗോതയിലിറക്കിയിരിക്കുന്നത്. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിനെ തറ പറ്റിക്കാൻ പാടാണെങ്കിലും ചെങ്ങറ സുരേന്ദ്രന് വെല്ലുവിളി ഉയർത്താനാകുമായിരുന്നു. മുമ്പ് അവിടെ നിന്ന് അദ്ദേഹം വിജയിച്ചിട്ടുമുണ്ട്. അത് പരിഗണിക്കാതെ അടൂർ MLA ചിറ്റിയം ഗോപകുമാറിനെ സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നു കാനത്തിന്. പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം ജില്ലാ കമ്മിറ്റികളുടെ തീരുമാനമായിരുന്നു ചിറ്റിയം ഗോപകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി കാനത്തിനെ വെട്ടാൻ അദ്ദേഹത്തെ തന്നെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒന്നാമനാക്കി. കാനം മത്സരിക്കില്ലെന്ന് ജില്ലാ നേതാക്കൾക്ക് അറിയാമായിരുന്നു. അവരുടെ ആഗ്രഹപ്രകാരം അവസാനം ദിവാകരൻ തന്നെ സ്ഥാനാർത്ഥിയായി. ദിവാകരന് കടുത്ത വെല്ലുവിളി ഉയർത്താനാകുമെന്നാണ് ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നത്. മാത്രമല്ല, കഴിഞ്ഞ തവണ കാശ് വാങ്ങി ബെനറ്റ് എബ്രഹാമിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് പാർട്ടി നടപടി ഏറ്റുവാങ്ങേണ്ടി വന്ന ദിവാകരൻ ഇത്തവണ സ്ഥാനാർത്ഥിയുമായി, അതും കാനത്തിന്റെ കൂടെ അംഗീകാരത്തോടെ. അതിനാൽ സ്ഥാനാർത്ഥിത്വം ദിവാകരനെ സംബന്ധിച്ച വലിയ വിജയമാണ്. പാർട്ടിയിൽ കാനത്തിനുള്ള പിടി അയഞ്ഞത് അദ്ദേഹത്തിന്റെ തന്നെ വീഴ്ച കൊണ്ടാണെന്നാണ് CPIയിലെ അടുക്കള രഹസ്യം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനും ധാർഷ്ട്യത്തിനും മുന്നിൽ മുട്ടുമടക്കില്ല എന്നതായിരുന്നു കാനത്തിന്റെ വലിയ വിജയം. അത് പാർട്ടി അണികളിലും നേതാക്കളിലും വലിയ മതിപ്പാണ് ഉണ്ടാക്കിയത്. ലോ അക്കാദമി വിഷയത്തിലും തോമസ് ചാണ്ടിയുടെ രാജിക്കാര്യത്തിലും കാനം ശക്തമായ നിലപാടെടുക്കുകയും അത് വിജയിക്കുകയും ചെയ്തു. എന്നാൽ പിണറായിക്ക് മുന്നിൽ കാനം അടിയറവ് പറഞ്ഞിരിക്കുകയാണെന്നാണ് അണിയറ രഹസ്യം. അതിന്റെ കാരണം എന്തെന്ന് വ്യക്തമല്ല. കാനം പഴയതുപോലെ പിണറായിക്കും CPM-നുമെതിരെ ചൊറിയാത്തതും അതുകൊണ്ടാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.